ഇപ്പോൾ CPIM പ്രതിനിധി വി കെ സനോജിലേക്കാണ്. വി കെ സനോജ്, ആദ്യമേ അങ്ങയിലേക്ക് എത്താനായിരുന്നു ശ്രമിച്ചത്, പക്ഷേ ചില തടസ്സങ്ങൾ മൂലം അതിന് കഴിഞ്ഞില്ല. ഇതിൽ ഉയരുന്ന രാഷ്ട്രീയ ചോദ്യം എന്ന് പറയുന്നത്, മോദിയുടെ സന്ദർശനത്തിന് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് എത്തുന്നത്. അതും ഒരേ സ്ഥലത്ത് തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം എത്തുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം തീർച്ചയായും തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു വികസന പദ്ധതികൾ, 4000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനങ്ങൾ, തൃപ്രയാർ ഗുരുവായൂർ ക്ഷേത്ര ദർശനങ്ങൾ, അതുപോലെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമെല്ലാം വളരെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിൻ്റെ വലിയ സൂചനകൾ, അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരുക്കത്തിലേക്കുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. യഥാർത്ഥത്തിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പയറ്റിയ ഒരു തന്ത്രം, കൃത്യമായ വർഗീയ ധ്രുവീകരണം ക്ഷേത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തുന്നു എന്ന വലിയ വിമർശനവും ഉയരുന്നുണ്ട്. CPIM എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഘട്ടം നമ്മൾ നേരത്തെ കണ്ടു. എറണാകുളം കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള യുവ എന്ന പേരിൽ നടത്തിയിട്ടുള്ളൊരു സമ്മേളനം കണ്ടു. അതിനുശേഷം ഇപ്പം തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ള വനിതാ സമ്മേളനം കണ്ടു. അതിനെ തുടർന്ന് വീണ്ടും കേരളം ലക്ഷ്യം വെച്ച് വിവിധങ്ങളായ പ്രചരണ പരിപാടികൾ നടത്തുകയാണ്. ഇപ്പോൾ റോഡ് ഷോ ഉൾപ്പെടെ നടത്തി ഈ പ്രധാനമന്ത്രി അവിടെ കൃത്യമായ രാഷ്ട്രീയമാണ് കേരളത്തിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കേരളം എന്തുകൊണ്ട് BJP ഈ നിലയിൽ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും എന്നാണ് നേരത്തെ പല ഘട്ടങ്ങളിലും ഇവരുടെ നേതാക്കന്മാർ തന്നെ ആക്രോശിച്ചത്. അപ്പോൾ കേരളം അവർക്ക് അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയാത്ത നാടാണ് എന്ന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് BJPയുടെ മറ്റ് നേതാക്കന്മാരെന്നൊക്കെ അവരെ ഇങ്ങോട്ട് അയച്ച് കൂടുതൽ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ വളരെ നേരത്തെ തന്നെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളത്തെ അത്ര ആ നിലയിൽ കീഴ്പ്പെടുത്താൻ വേണ്ടി കഴിയുന്ന പ്രശ്നമില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധതയോടുകൂടി, നല്ല രാഷ്ട്രീയ ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാൻ ശേഷിയുള്ളവരാണ്. ഇപ്പോൾ കേരളത്തിൽ ഇവർ ചില വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഇവരുടെ ഒരു ഔദാര്യമല്ലല്ലോ. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിനുള്ള ഓണസമ്മാനമാണ്, കേരളത്തിനുള്ള വിഷു സമ്മാനമാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അവകാശമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ അവകാശമായിട്ടുള്ള പല കാര്യങ്ങളെയും ഇവരുടെ ഒരു ഔദാര്യമായിട്ട് കണക്കാക്കിയിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ 74-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 74-ാമത്തെ റിപ്പബ്ലിക്ക് ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ യൂണിയൻ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികൾ, ആ സ്റ്റേറ്റിൻ്റെ ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ ആസ്ഥാനത്തേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് സമരവുമായി പോകുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ജനപ്രതിനിധികളെല്ലാം സമരവുമായി അങ്ങോട്ട് പോവേണ്ടി വരുന്നു? അപ്പോൾ കേരളത്തിന് അർഹമായിട്ടുള്ള പലവിധത്തിലുള്ള ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 57,400 കോടി കേരളത്തിന് അർഹമായ നികുതി വിഹിതമാണ്. പല ഇനത്തിലും കൂടി നമുക്ക് നഷ്ടമായ തുകയാണ്. ഈ തുക, ഇത്രയും കോടി കേരളത്തിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയർത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നികുതി ഇടുന്ന് പിരിച്ചു കൊണ്ടുപോയിട്ട് ആ നികുതിയുടെ വിഹിതം ഇവിടെ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ നിന്ന് 1 രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ 46 പൈസയാണ് കേരളത്തിന് തിരിച്ചു കൊടുക്കുന്നത്. എന്നാൽ ബീഹാറിൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ 7 രൂപ 7.06 പണമായി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബീഹാറിൽ, മധ്യപ്രദേശിൽ 2.42%. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ 2.7 ഇതായിട്ട് തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ കേരളത്തിൽ വെറും 46% അല്ലെങ്കിൽ 46 പൈസ എന്ന നിരക്കിലാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇതിനകത്തുള്ള വിവേചനം. കേരളം അർഹിക്കുന്ന, കേരളത്തിന് അവകാശപ്പെട്ട ഇങ്ങനെ പല നിലയിലും കിട്ടേണ്ട കാര്യങ്ങളെ പലതരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് കേരളം ആ പേപ്പർ കൊടുത്തിട്ടില്ല, കേരളം ഇങ്ങനെ കണക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ നിഷേധിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന, കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം ഇരട്ട നീതിയാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം
ഇവിടെ ശക്തമായി പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ വന്ന് ചില റോഡ് ഷോ ഒക്കെ നടത്തി മറ്റു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മറ്റൊരു കാര്യം കൂടി പ്രധാനമന്ത്രി ഇവിടെ ചെയ്യുന്നു. മറ്റൊരു കാര്യം ചെയ്യുന്നത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. പക്ഷേ ഒരു മതത്തിൻ്റെ പൗരോഹിത്യ വേഷം കൂടി പ്രധാനമന്ത്രി അണിയുകയാണ്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ഇറക്കുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, അതിനെയെല്ലാം ദുർബലപ്പെടുത്തുന്ന നിലയിലേക്കാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പല ഘട്ടത്തിലും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ ഇടപെടലുകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. ശരി, വി കെ സനോജ് CPM-ന്റെ അഭിപ്രായമാണ് പറഞ്ഞത്.